ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് കുറച്ച് നെയ്ച്ചോറും ബീഫ് കറിയെല്ലാം വെക്കുന്ന അതാണ് വീഡിയോയിൽ. ഇന്നത്തെ ലഞ്ചിൻ്റെ നെയ്ച്ചോറും ബീഫ് കറിയും. ആദ്യം നെയ്ച്ചോറ് വെക്കട്ടെ. പാത്രം ചൂടായി. ആദ്യം പശുനെയ്യ് ഒഴിക്കുക. 2-3 സ്പൂൺ ഒഴിച്ചാൽ മതി. കുറച്ച് ഓയിൽ ഒഴിക്കട്ടെ. ഞാൻ കുറച്ചൊരു 1/2 കിലോ പോലെ ചോറ് വെക്കുന്നുള്ളൂ. നെയ്യെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇനി സ്പൈസസ് ഇടാം. കുറച്ച് ഉള്ളി ഇടാം. ഉള്ളി അധികം ചുവന്ന് പോകാണ്ട് തന്നെ, ഒന്ന് പൊരിഞ്ഞ് പോകാണ്ട് തന്നെ വെള്ളം ഒഴിക്കുക. 1 കപ്പിന് 1.5 കപ്പ് വെള്ളത്തിൻ്റെ കണക്കിലാണ് ഒഴിക്കേണ്ടത്. സാധാ ജീരകശാല അരിക്ക്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളക്കുമ്പോൾ കുറച്ച് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഇടാം. ചോറ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനി ഇതിലേക്ക് അരി ഇടാം. ജീരകശാല അരി നെയ്ച്ചോറും ബിരിയാണിയെല്ലാം വെക്കുമ്പോൾ കുറച്ച് നേരത്തെ കഴുകി കുതിർത്ത് വെക്കുകയൊന്നും വേണ്ട. കഴുകിയാൽ അപ്പടം ഇടാം. വെള്ളം നല്ലോണം ഊറിയിട്ടാകുമ്പോൾ അതിൽ കുറച്ച് ചെറിയ ഹാഫ് ചെറുനാരങ്ങൻ്റെ നീര് ഇതിൽ കൊടുക്കാം. അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറുങ്ങനെ കുറച്ചൊരു നീര്, നാരങ്ങ നീര് കൊടുത്തത്. അതിന് ഉപ്പിടാം. നന്നായി ഇളക്കി കൊടുത്തിട്ട് ഉപ്പെല്ലാം നോക്കണം, പോരെങ്കിലും ഇട്ട് കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. തിളക്കും. നന്നായി തിളക്കുന്നുണ്ട്. അന്നേരം അടച്ചു വെക്കാം. തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിലാക്കിയിട്ട് അടച്ചു കൊടുക്കുക. ചെറിയ തീയാക്കിയിട്ട് അടച്ചു വെക്കുന്നുണ്ട്. ചോറങ്ങ് തുറന്ന് നോക്കുക. നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് വീഡിയോയിൽ വന്നിട്ടില്ല. നല്ല നെയ്ച്ചോറ് സെറ്റായി. ഇനി വിളമ്പുന്ന സമയം വരെ അടച്ചു വെക്കുക. തുറക്കാണ്ട് ചൂടിൽ. ബീഫ് കറി ഉണ്ടാക്കാൻ കുറച്ച് ഓയിൽ ഒഴിക്കുക. വീണ്ടും ഈ ഇലയും ഗ്രാമ്പും ഏലക്കായിലിടുക. 2 വലിയ ഉള്ളി മുറിച്ചതാണ്. നന്നായി വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. 2 ഓരോ സ്പൂണായിട്ട്. തക്കാളിയും കറിവേപ്പിലയും കൂടി ഇടാം. 3 ചെറിയ തക്കാളിയും കറിവേപ്പിലയും. മുളക് പൊടി ഇടാം. 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട്. നല്ല ഈ വലിയ സ്പൂണ് 2 സ്പൂൺ തന്നെ വേണം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മീറ്റ് മസാലപ്പൊടി,
കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇടാം. ഇനി ഇതിൻ്റെ പച്ചമണം നല്ലോണം പോകുന്നവരെ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് ഇനി ബീഫ് വെക്കുക. 1 കിലോ ബീഫ്. ഇറച്ചി നന്നായി ഉപ്പിട്ട് എല്ലാം ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിന് കുറച്ച് വെള്ളം ഒഴിക്കുക. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കിയിട്ട് കുറച്ച് വെച്ച് വേവിക്കുക. ബീഫ് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അതിൽ കുറച്ച് ഉള്ളി കാച്ചി വയ്ക്കുക. ഇപ്പുറം ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട്. കാച്ചി വയ്ക്കുക ബീഫ് കറിക്ക്. കുറച്ച് മല്ലിയില ഇട്ട് റെഡി ആയിട്ടാ കറി. കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബെല്ലാം ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം, അഭിപ്രായം അറിയിക്കണം.